ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരി വെക്കാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി നമുക്ക് കുറച്ച് മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല പഴുത്ത മാങ്ങയാണ്, അപ്പോൾ അതുകൊണ്ടൊന്ന് പുളിശ്ശേരി വെക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ 3-4 മാങ്ങ ഇതുപോലെ തൊലി കളഞ്ഞെടുത്ത് ഇതുപോലെ നല്ലൊരു ചട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിലേക്കൊരു 2-3 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ച് എടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ സ്വല്പം ഉപ്പ് നീരാണ് നമ്മൾ എടുക്കുന്നത്. ഉപ്പ് വെള്ളം കലക്കി അതിൻ്റെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് ഇത് നമ്മളങ്ങോട്ട് എടുത്ത് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ വേവിച്ചെടുക്കണം. 2 സൈഡും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി ഇളക്കി നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കണം. ഇപ്പം നന്നായിട്ട് മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങയും അതുപോലെ തന്നെ 3-4 കഷ്ണം വെളുത്തുള്ളി, തൈര് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് പതുക്കെ തയ്യാറാക്കാം. അതിന് തന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തേങ്ങയോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ നന്നായിട്ട് മാങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല മണമുണ്ട് മാങ്ങ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ പഴുത്ത മാങ്ങയുടെ മണം അടിപൊളി മണമാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഗ്രേവി എടുത്തിട്ട് ഒന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം. ഇപ്പം നോക്കിയപ്പോൾ ഉപ്പ് സ്വല്പം കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് നീരും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അരപ്പ് ഏകദേശം ഒന്ന് ചൂടായി വന്ന സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര്, ഒരു ചെറിയ പുളിയുള്ള തൈരാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഏകദേശം അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി അത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കണം. ഇനി അതിൽ തന്നെ ഒരു ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ഏകദേശം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് നമ്മൾ 2-3 കഷ്ണം ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയ ഉള്ളി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിലേക്ക് നമ്മൾ വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്വല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഏകദേശം അതെല്ലാം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഈ കൂട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ ഏകദേശം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, സെറ്റായിട്ടുണ്ട്. അപ്പം സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് മാമ്പഴ പുളിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂട് ചോറിൻ്റെ കൂടെ സെറ്റ് സാധനമാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.